ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഒട്ടനേകം സിനിമകളുടെ റിലീസ് തീയതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ആമിർ ഖാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന പുതിയ ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിതാരെ സമീൻ പാർ എന്ന ആമിർ ഖാൻ സംവിധാനം ചെയ്ത സിനിമയുടെ രണ്ടാം ഭാഗമാണ്. ചിത്രത്തിന്റെ 3 മിനിറ്റിലധികം ഡ്യൂറേഷനുള്ള ട്രെയിലർ റിലീസായിരിക്കുന്നു. ജൂൺ 20 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ഒരു വർഷത്തിന് മുന്നേലാം തന്നെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സുരേഷ് ഗോപി സിനിമയാണല്ലോ JSK. ഇനിയും പലവിധ കാരണങ്ങളാൽ റിലീസ് ചെയ്യാനാവാതെ പോയ സിനിമയുടെ ഏറ്റവും പുതിയ റിലീസ് തീയതി അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ജൂൺ 20 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്ന റിലീസ് തീയതിയാണ് ജൂൺ 20. കിങ്ഡം എന്ന സിനിമ നേരത്തെ മെയ് 30 തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിരുന്ന അടുത്ത വിജയ് ദേവരകൊണ്ട സിനിമയായിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ജൂലൈ 4 ആണ് സിനിമയുടെ പുതുക്കിയ റിലീസ് തീയതി. മാളികപ്പുറം എന്ന സിനിമയുടെ സംവിധായകന്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ സുമതി വളവ്. നേരത്തെ മെയ് 8 തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച സിനിമ പിന്നീട് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റുന്നുവെന്നായിരുന്നല്ലോ അവസാനമായിട്ട് പുറത്തു വന്ന റിപ്പോർട്ട്. ഇപ്പോഴത്തെ സിനിമയുടെ തിയേറ്റർ റിലീസ് ചാർട്ട് ചെയ്യപ്പെട്ട ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ജൂൺ 13 ആയിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക. റോന്ത് എന്ന സിനിമ ഷാഹി കബീറിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന അടുത്ത പോലീസ് കഥയുമായിട്ട് എത്തുന്ന മലയാളം സിനിമയാണ്. ജൂൺ 13 ഈ സിനിമയും തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ആസിഫിന്റെ നേരത്തെ റിലീസ് തീയതി മാറ്റിവെക്കപ്പെട്ട സിനിമയാണല്ലോ ആഭ്യന്തര കുറ്റവാളി. സർക്യൂട്ടിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത ആസിഫ് അലി സിനിമ കൂടിയായ ആഭ്യന്തര കുറ്റവാളി ഈ ജൂൺ 6 ആയിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക എന്നാണ് അവസാനത്തെ അപ്ഡേറ്റ്. ജൂൺ 5 തിയേറ്റർ റിലീസ് ചാർട്ട് ചെയ്ത പിന്നീട് പിന്മാറിയ നോക്കിയ റിപ്പോർട്ടുകളുള്ള മമ്മൂട്ടി ചിത്രമാണ് കളങ്കാവൽ. മമ്മൂട്ടി വിനായകൻ കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമ നിലവിൽ ജൂൺ അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. സിനിമയുടെ അഭിമുഖങ്ങളിലെ പ്രൊമോഷൻസിലെല്ലാം തന്നെ മമ്മൂട്ടി ഭാഗമാകുമെന്നാണ് മറ്റൊരു അപ്ഡേറ്റ്. അപ്പോൾ മമ്മൂട്ടി ചേട്ടന്റെ അടുത്ത സിനിമയുടെ റിലീസിനായിട്ട് കാത്തിരിക്കാം.